ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാത്തതിനെ സംബന്ധിച്ചുള്ള പല വാർത്തകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമമായ റോയിറ്റർ നൽകുന്ന വാർത്ത പ്രകാരം കൃത്യമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ഒരു കെണിയിൽ കൊണ്ട് പെടുത്തുകയായിരുന്നു എന്നുള്ള സൂചന നൽകുന്ന തരത്തിലാണ് റോയിറ്റേഴ്സ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ ഏതാണ്ട് 5 വട്ട ചർച്ചകളാണ് നടന്നത്. ഈ ചർച്ചകളുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 2 മാസം മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവന ഇന്ത്യയും ചൈനയും അടക്കം അല്ലെങ്കിൽ കാനഡയും അടക്കമുള്ള പല രാജ്യങ്ങളുമായും വ്യാപാര ചർച്ചകൾ നടക്കുന്നു, അവരുമായിട്ട് നല്ല ഒരു ഡീൽ ഉണ്ടാക്കാൻ സാധിക്കും, ഒരു ഫെയർ ഡീൽ ഉണ്ടാക്കാൻ സാധിക്കും, അതായത് ന്യായമായ ഒരു വ്യവസ്ഥ കരാർ ഉണ്ടാക്കാൻ സാധിക്കും എന്ന തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന നടത്തിയത്. നമുക്കറിയാവുന്നതുപോലെ അമേരിക്ക ഇപ്പോൾ പല രാജ്യങ്ങളുമായും വ്യാപാര ഉടമ്പടികൾ ഉണ്ടാക്കി കഴിഞ്ഞു. ചൈനയുമായി പ്രത്യക്ഷ ഒരു വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ട അമേരിക്ക ഏതാണ്ട് 130% ചൈനയ്ക്ക് നികുതി പ്രഖ്യാപിച്ച അമേരിക്ക അവരോടിപ്പോൾ 30% രണ്ടുപേരും തമ്മിൽ, ചൈനയും അമേരിക്കയും തമ്മിൽ 30% ധാരണയായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമാണ് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതിന് കൃത്യമായ ഒരു കാരണവും ഈ വാർത്തകളിൽ വരുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയപ്പോൾ നമുക്കുണ്ടായ ഇന്ത്യൻ പ്രതിനിധികൾക്കുണ്ടായ അമിത ആത്മവിശ്വാസം വിനയായിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ അമേരിക്കയിലോട്ട് നടത്തുന്ന ഇടപാടുകൾക്ക് ശരാശരി ചുങ്കം പ്രതീക്ഷിച്ചിരുന്നത് 10%. ഇതാണ് കാര്യം. ഇന്ത്യയും അമേരിക്കയുമായി നല്ല സൗഹൃദ രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യക്ക് പ്രത്യേക പരിഗണന കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ 10% നികുതി പ്രതീക്ഷിച്ചത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സഖ്യരാജ്യങ്ങളായ യൂറോപ്യൻ യൂണിയന് 15% നികുതി ഏർപ്പെടുത്തിയപ്പോൾ ഒരു പക്ഷേ ഈ 15%ത്തിലേക്ക് എത്തി കാര്യങ്ങളിൽ വ്യവസ്ഥ ചെയ്യാം എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യൻ സംഘം ഉണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് ആ ഒരു ധാരണകൾക്ക് വലിയ തകിടം മറിച്ചിലുകൾ ഉണ്ടായത് എന്നുള്ളതാണ് വാസ്തവം. ഈ പറയുന്ന നികുതി വളരെ അപ്രതീക്ഷിതമായി പരമാവധി ഇന്ത്യൻ സംഘം പ്രതീക്ഷിച്ചിരുന്നത് 20% അല്ലെങ്കിൽ 20%-ൽ താഴെ 15-നും 20-നും ഇടയിലുള്ള ഒരു നികുതി നിരക്കാണ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും വളരെ അപ്രതീക്ഷിതമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 25% നികുതി ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. പിന്നീട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ 25% കൂടി, അതായത് മൊത്തം 50%-ന്റെ നികുതിയാണ് ഇപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്താൻ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായ ഒരു ആസൂത്രണ പാളിച്ച ഉണ്ടായി എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിലോട്ട് സന്ദർശനം നടത്തിയപ്പോൾ ഈ വ്യാപാര ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എന്നുള്ളൊരു സൂചനയാണ് വന്നത്. അതേപോലെ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നപ്പോഴും 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ അപ്പോഴും അവ്യക്തതകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അമേരിക്ക അവരുടെ ഡയറി ഉൽപ്പന്നങ്ങൾ, അതായത് പാല് അധിഷ്ഠിത മറ്റുൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം വലിയ രീതിയിൽ നികുതി ഇളവ്, അതായത് പൂർണ്ണമായി പറഞ്ഞാൽ നികുതി രഹിതമായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം എന്നുള്ളൊരു നിലപാടിലാണ് അമേരിക്ക ഉണ്ടായിരുന്നത്. ഇത് ഒരു കാരണവശാലും ഇന്ത്യ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതേപോലെ ഇന്ത്യ ഇതിന് ഒരു പകരം എന്ന നിലയിൽ നിലവിൽ അമേരിക്കയും ഇന്ത്യയുമായി വലിയ രീതിയിലുള്ളൊരു വ്യാപാര കമ്മി നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. കൃത്യമായി പറഞ്ഞാൽ നിലവിൽ 46 ബില്യൻ്റെ ഒരു വ്യാപാര കമ്മിയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ അമേരിക്കയിലോട്ട് കൂടുതൽ കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള അന്തരമാണ് ഈ 46 ബില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി അമേരിക്കയുടെ ഊർജ മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ ഈ സൗരോർജ്ജമടക്കം അങ്ങനെയുള്ള സംഗതികളടക്കം, സോളാർ പാനലുകളടക്കം കൂടുതലായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക, പ്രതിരോധ സാമഗ്രികൾ കൂടുതലായി വാങ്ങുക, ഇത്തരം ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് ഇന്ത്യ ഒരു $25 ബില്യൺ അധിക കരാർ നൽകി ഈ ഒരു അന്തരം പരിഹരിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം വെച്ചെങ്കിലും ആ ചർച്ച അധികം മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അമേരിക്ക ഇത്തരത്തിൽ 15%-ഓളം നികുതിയിൽ അമേരിക്ക എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഇന്ത്യക്കുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണങ്ങളും ഇന്ത്യക്ക് നല്ല സൂചന നൽകുന്നതായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ കാർഷിക വിഭവങ്ങളുടെ പേരിൽ
അല്ലെങ്കിൽ ഡയറി വിഭവങ്ങളുടെ പേരിൽ ഉണ്ടായിരുന്ന കടുംപിടുത്തം അങ്ങ് കൂട്ടി. അതായത് കൃത്യമായി പറഞ്ഞാൽ നികുതി രഹിതമായി അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നുള്ള ആ നിലപാട് അംഗീകരിക്കില്ല എന്നുള്ള ഇന്ത്യയുടെ നിലപാട് കർശനമായി പറഞ്ഞു. ഇതിൻ്റെ പേരിലാണ് തെറ്റിപ്പിരിയൽ ഉണ്ടായത് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വലിയൊരു പിഴവായിട്ട് ഈ വാർത്ത ചൂണ്ടിക്കാണിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭയപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിരുന്നു, ഡൊണാൾഡ് ട്രംപ് ഈ കാര്യത്തിൽ ഏകപക്ഷീയമായി നിലപാടെടുത്തു കഴിഞ്ഞാൽ ചർച്ചകൾ വഴിമുട്ടുക, രണ്ട് കൂട്ടരും വിട്ടുവീഴ്ച ചെയ്താലല്ലേ പ്രശ്നപരിഹാരം ഉണ്ടാവുള്ളൂ. ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായ നിലപാടെടുക്കുമോ എന്നുള്ളൊരു ആശങ്ക ഇന്ത്യൻ ഭാഗത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെക്കാൻ, ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ഉണ്ടാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്ന തരത്തിൽ വലിയ രാഷ്ട്രീയ കോലാഹലം ഇന്ത്യയിൽ നിലനിൽക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിനോട് മറ്റൊരു കാര്യത്തിൽ സംസാരിക്കാൻ വിമുഖതയുണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ വരുന്നു. ഇതിൽ അമേരിക്കൻ പ്രതിനിധികളുടെ ചില വിലയിരുത്തലുകൾ വരുന്ന ഇങ്ങനെയായിരുന്നു, ഇന്ത്യ സ്വീകരിക്കേണ്ട നിലപാട് ഇങ്ങനെയായിരുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടൽ അത് സമ്മതിച്ചു കൊടുക്കണം, പക്ഷേ അന്തിമ തീരുമാനം ഇന്ത്യയുടേതായിരുന്നു എന്ന നിലപാട് മുറുക്കെ പിടിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ ഇടപെടൽ അത് സമ്മതിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമായിരുന്നു എന്നുള്ളതാണ് ചില അമേരിക്കൻ നിരീക്ഷകർ ഈ വാർത്തയിൽ പറയുന്നത്. പക്ഷെ അത് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് എത്രത്തോളം അനുയോജ്യമാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി മോദി നേരിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രശ്നപരിഹാരം ഉണ്ടായേനെ. അതിന് ഉദാഹരണം പറയുന്നത് ദക്ഷിണ കൊറിയയുടെ കാര്യമാണ്. ദക്ഷിണ കൊറിയയ്ക്ക് ആദ്യം 25% നികുതിയാണ് ചുമത്തിയിരുന്നത്. പിന്നീട് ചില ചർച്ചകളെ തുടർന്ന് അത് 15% എത്തുകയും ദക്ഷിണ കൊറിയ ചില വിട്ടുവീഴ്ചകൾ അമേരിക്കയ്ക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ വരുന്നു. കൃത്യമായി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലുള്ള ഊർജ്ജ വിഭവങ്ങൾ, ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇളവുകൾ ദക്ഷിണ കൊറിയ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നുള്ള അരിയും മാംസവും ബീഫ് ഇതിൻ്റെ ഇറക്കുമതിക്കും കാര്യമായ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദക്ഷിണ കൊറിയ അവരുടെ 25% നിന്ന് 15% എത്തിച്ചത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ പ്രതീക്ഷിച്ചത് 15-നും 20-നും ഇടയിലുള്ള ഒരു നികുതി നിരക്കാണെങ്കിൽ അത് വളരെ വലുതായി 25-ഉം ഇപ്പോൾ 50%-ലേക്കും എത്തി എന്നുള്ളതാണ് പ്രശ്നം. നിലവിൽ ഈ ചർച്ചകൾ ഇനി പുരോഗമിക്കുക, ഇനിയും അമേരിക്കയുമായിട്ടൊരു വ്യാപാര കരാറിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള സൂചനകളുണ്ട്. കൃത്യമായും അങ്ങനെ ഉണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയും ചർച്ച നടക്കുക. അവിടെയും ഒരു ധാരണയിലേക്ക് എത്തിയാൽ, അത് ധാരണ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇന്ത്യ ഈ ഡയറി ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഉള്ള കടുംപിടുത്തം ഇന്ത്യ കുറച്ച് ഇളവ് ചെയ്യേണ്ടി വരും എന്നുള്ള സൂചനകൾ വരുന്നു. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഒരു പുനഃപരിശോധന ഇന്ത്യ നടത്തിയാൽ ഒരു പക്ഷേ ഇനിയും അമേരിക്കയുമായിട്ടൊരു വ്യാപാര കരാറിനുള്ള സാധ്യത ഉണ്ടെന്നുള്ള സൂചനകളും വരുന്നു. ഇനി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അല്ലെങ്കിൽ വ്യാപാര യുദ്ധം സംബന്ധിച്ച് ഇന്ത്യൻ സമൂഹത്തിന്, കൃത്യമായി പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഇന്ത്യൻ സമൂഹത്തിന് വലിയ ആശങ്കയുണ്ട് എന്നുള്ളതും സ്ഥിരീകരിക്കാവുന്ന സാധ്യതയാണ്. അങ്ങനെ ഒരു സത്യവുമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 5.2 മില്യൺ ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ താമസമായിട്ടുള്ളത്. അവർ ഏറെക്കുറെ താമസിക്കുന്നത് കാലിഫോർണിയ, ടെക്സാസ്, ന്യൂജേഴ്സി, ന്യൂയോർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ഇന്ത്യൻ സമൂഹം ഏറെയും പാർക്കുന്നത്. ഏതാണ്ട് 2000-ന് ശേഷം വലിയ രീതിയിലുള്ളൊരു കുതിച്ചുചാട്ടം അമേരിക്കയിലോട്ടുള്ള നമ്മുടെ പ്രവാസത്തിനുണ്ടായി എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കുറച്ചുകൂടി മെച്ചപ്പെട്ട, അതായത് നമ്മുടെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളൊക്കെ നേടുന്നതിൻ്റെ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ കുടിയേറ്റം കാര്യമായ രീതിയിൽ 2000-ന് ശേഷം ഏതാണ്ട് 3.5 മില്യണോളം ആൾക്കാർ, ഇന്ത്യക്കാർ അമേരിക്കയിലോട്ട് എത്തി എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ വലിയൊരു ആശങ്ക ഇന്ത്യ അമേരിക്ക ബന്ധത്തിലുണ്ടായ ഉലച്ചിലിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ പ്രശ്നം, ഈ വ്യാപാര കരാർ എന്ന് പറയുന്നത് ഒരു അടഞ്ഞ അധ്യായമല്ല. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇന്ത്യൻ നിലപാടുകൾ, ഇന്ത്യയുടെ താല്പര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അമേരിക്കയുമായിട്ടൊരു സന്ധിയിലെത്താൻ, ഒരു കരാറിലെത്താനുള്ള സാധ്യത ഉണ്ട്.